അതിപ്പം നമ്മളൊന്നും മിണ്ടാതിരിക്കുക നല്ലത്. കാരണം മിണ്ടിയാൽ അതിന് ഒരു വിവാദം ഉണ്ടാക്കാൻ പറ്റും അല്ലേ? ഞാൻ പറഞ്ഞത് എന്താണ്? ഞാൻ പറഞ്ഞത് റെക്കോർഡിലുണ്ട്, നിങ്ങളുടെ എല്ലാം ക്യാമറകളിൽ അത് എടുത്തിട്ടുണ്ടല്ലേ? അതിലെവിടെങ്കിലും ഏതെങ്കിലും സമയത്ത് ഞാൻ ദളിതനെയോ സ്ത്രീകളെയോ മോശമാക്കി പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പറയും. അങ്ങനെ അങ്ങോട്ടെങ്കിൽ ഞാൻ പരമാവധി ക്ഷമാപണം ചെയ്യാം. ഏതെങ്കിലും സമയത്ത് ഏതെങ്കിലും ഒരു വാക്കിലെങ്കിലും ഈ രണ്ടു കൂട്ടരെ മോശമാക്കി പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ഉണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കുന്നു, ഞാൻ ക്ഷമാപണം ചെയ്യാം. അല്ല, നിങ്ങളുടെ ഇന്റർപ്രിട്ടേഷൻസ് ഞാൻ ഉത്തരവാദിയല്ല. നിങ്ങൾക്ക് എന്തും ഇന്റർപ്രിറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞത് ഇത് അവർക്ക് ഏറ്റവും എനിക്ക് തോന്നി, എനിക്ക് ഏറ്റവും ആൾക്ക് ഇഷ്ടപ്പെടാതെ പോയത് ഞാൻ അവർക്ക് ട്രെയിനിങ് കൊടുക്കണമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ ട്രെയിനിങ്ങിന് ഒരു അറിവുകേട് കൊണ്ടാണ് അതിനെതിരെ പറയുന്നത്. കാരണം സിനിമ എന്ന് പറയുന്നത് ഒരു മനുഷ്യായുസ് കൊണ്ട് തന്നെ പഠിച്ച് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും. കാരണം ലോകത്ത് ദിവസം കഴിയുന്തോറും ഓരോ പുതിയ കാര്യങ്ങൾ സിനിമയുടെ രംഗത്ത് വന്നുകൊണ്ടിരിക്കുക. അതിന്റെ ടെക്നോളജിയിൽ, അതിന്റെ സൗന്ദര്യശാസ്ത്രത്തിൽ ഒക്കെ ഓരോ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിരന്തരമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ യാതൊരു പശ്ചാത്തലവും ഇല്ലാതെ, യാതൊരു മുൻപരിചയവും ഇല്ലാതെ ആദ്യമായിട്ട് സിനിമ എടുക്കുന്നവർക്കാണ് കൊടുക്കുന്നത് ഈ ഗവൺമെന്റിന്റെ പടം എടുക്കാനുള്ള ധനസഹായം ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ അവർക്കൊരു കുറഞ്ഞൊരു 3 മാസത്തെ ഓറിയന്റേഷൻ കൊടുക്കണം. കാരണം നമ്മൾ കവിത എഴുതുന്നു, കഥ എഴുതുന്നു, അതിനൊക്കെ അക്ഷരജ്ഞാനം വേണ്ടേ? അതുപോലെ തന്നെ സിനിമ എന്ന് പറയുന്ന ഒരു വേറൊരു ഭാഷയാണ് സിനിമയുടെ ഭാഷ. നമുക്കെല്ലാവരും വിചാരിക്കുന്ന കുറെ നടന്മാർ വന്ന് അഭിനയിച്ചു കഴിയുമ്പോൾ സിനിമയാവുന്നു. അങ്ങനെ ആവത്തില്ല. അതിന് ഒരുപാട് സാങ്കേതികവും അല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിനെപ്പറ്റി നല്ല ധാരണയോടുകൂടി വേണം ആളുകൾ സിനിമ എടുക്കാൻ. പിന്നെ ഗവൺമെന്റ് ഫൈനാൻസ് ചെയ്യുന്ന സിനിമയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സാമൂഹ്യ പ്രസക്തി വേണം. അതിന് സൗന്ദര്യശാസ്ത്രപരമായിട്ടും സാങ്കേതികമായിട്ടും ഒക്കെ മികവുള്ളതായിരിക്കണം. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതെങ്ങനെ ഉണ്ടാവും? അത് പടം എടുക്കുന്ന ആളിന് ഇതിനെപ്പറ്റി ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ ഈ സിനിമ ഒരാളുടെ പേരിൽ സിനിമയ്ക്ക് പണം കൊടുക്കുന്നത് വേറെ ആരെങ്കിലും ആയിരിക്കും ചിലപ്പോൾ ചെയ്യുന്നത്. എങ്കിൽ പോലും അതിൽ അവരുടെ ഒരു സിനിമ എടുത്ത് അപ്രത്യക്ഷമായി പോകരുത് ഈ വരുന്നവർ. അവർക്ക് കിട്ടുന്ന ആദ്യത്തെ അവസരമാണ് സിനിമാ രംഗത്തേക്ക് വരാനായിട്ട്. അവർ പഠിച്ച് ഈ രംഗത്ത് തുടർന്ന്, പ്രത്യേകിച്ച് സ്ത്രീകളും ഈ പറഞ്ഞ പോലെ ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ് വിഭാഗത്തിൽ നിന്ന് വരുന്നവരും അവർ ഈ രംഗത്ത് തുടർന്നും ഉണ്ടാവണം. അതിനുവേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. അവരുടെ ഗുണത്തിന് വേണ്ടിയും അവരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. കാരണം അവരുടെ ഉന്നമനം എന്ന് പറയുന്നത് എന്റെയും ലക്ഷ്യമാണ്. അല്ലാതെ അവരെ മോശപ്പെടുത്തി അവരെ നികൃഷ്ടരായിട്ട് കാണുകയല്ല ചെയ്യുന്നത്. അവരെ വേണ്ടത്ര രീതിയിൽ അവരെ പരിപോഷിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിൽ പറഞ്ഞതാണ്. അതിനെ എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്ത് അവരെ അധിക്ഷേപിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തായിരിക്കും മനസ്സിലാവുന്നില്ല. സാധാരണ കാര്യമല്ല. അത് പഠിച്ചേ പറ്റുള്ളൂ. ആരും പഠിക്കുന്നു? നിങ്ങൾ ചെയ്യോ സിനിമ? നിങ്ങൾ സിനിമ തയ്യാറാണോ? ആണോ? നിങ്ങൾ താല്പര്യപ്പെടുന്ന ആളാണെങ്കിൽ നിങ്ങൾ സിനിമയെ പറ്റി പഠിക്കണം. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? പച്ച മലയാളത്തിലാണ് പറയുന്നത്. സിനിമ എടുക്കണം എന്നുണ്ടെങ്കിൽ അതിനോടുള്ള ആഗ്രഹം മാത്രം പോരാ, അത് പഠിക്കണം. പഠിക്കാനായിട്ട് ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കാൻ ഇപ്പോൾ സമയമില്ല. ഇപ്പൊ അവർക്കൊരു ഒരു പ്രോജക്റ്റിന് അനുവാദം കൊടുത്തു കഴിഞ്ഞാൽ വലിയ സമയമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് വിദഗ്ധന്മാരുടെ മേൽനോട്ടത്തിൽ 3 മാസമെങ്കിലും, കുറഞ്ഞത് 3 മാസമെങ്കിലും അവർക്ക് ട്രെയിനിങ് കൊടുക്കണം. കാരണം ഈ ഭാഷയെ പരിചയപ്പെടുത്തണം. അവർക്ക് നമ്മുടെ ഭാഷയിൽ ഭേദപ്പെട്ട സിനിമകൾ ഉണ്ടാകണം. അവർക്ക് അവസരം കൊടുക്കുക മാത്രമല്ല, മലയാളത്തിൽ നല്ല ഭേദപ്പെട്ട, അത് പ്രത്യേകിച്ച് ഗവൺമെന്റിന്റെ ഒരു പ്രോജക്റ്റാണ്. ഗവൺമെന്റ് ചെയ്യുമ്പോൾ അതിന് പ്രത്യേകിച്ച് അതിനൊരു സാമൂഹ്യ പ്രസക്തിയും എങ്ങനെ സ്ക്രീൻ ചെയ്യുമോ? നിങ്ങൾ പടം എടുക്കുന്നത് ഞാൻ എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? നിങ്ങൾ വന്ന് പറയുന്നത് ഞാൻ പടം എടുക്കാമെന്ന് പറയുന്നു. എന്ത് സ്ക്രീനിങ്ങാ ചെയ്യുന്നത് നിങ്ങളുടെ മുകളിൽ? കാരണം ഇവിടെ സിനിമ എടുത്ത അല്ല, ഞാൻ മനസ്സിലാക്കിയത് അവർ പടം എടുത്ത ആളുകൾ ഇവിടെ വന്ന് എന്നോടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അവരുടെ പടങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പലപ്പോഴും അവർക്ക് ഇങ്ങനെ ഒരു ഓറിയന്റേഷൻ കിട്ടാത്തതിന്റെ കുറവ് അതിൽ കാണാനുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. അവർക്ക് സിനിമ എടുക്കുന്ന ആർക്കും വേണമെന്നാ പറഞ്ഞത്. കാരണം ഇവർക്ക് കൂടുതൽ സംരക്ഷണം കൊടുക്കണമെന്ന് ഞാൻ പറയുന്നത്. അല്ല, സ്ത്രീകൾക്കും അവർക്ക് ഒരുമിച്ചാണ് പറഞ്ഞത്, രണ്ടുപേർക്കും.
പിന്നെ ആരാ ഗവൺമെന്റ് ഫൈനാൻസ് ചെയ്യുന്ന അവർക്കല്ലേ? ഞാൻ വെറുതെ നടക്കുന്ന ഒരാളാണെന്ന് ഇരിക്കുക, എനിക്കൊരാരെങ്കിലും ഫൈനാൻസ് ചെയ്യുമോ പടം എടുക്കാനായിട്ട്? എനിക്ക് പടം എടുക്കാൻ അറിയാവുന്ന കണ്ടിട്ടാണ് ആളുകൾ എനിക്ക് ഫൈനാൻസ് ചെയ്യുന്നത്. എനിക്ക് മുൻപരിചയം ഉള്ളതുകൊണ്ടാണ്. ഞാൻ പടം എടുത്ത ആളുകൾ കണ്ടിട്ടുണ്ടെന്നുള്ളതുകൊണ്ടാണ് എനിക്ക് പടം ഫൈനാൻസ് ചെയ്യാൻ ആളുകൾ വരുന്നത്. അല്ല ചുമ്മാ ഒരാൾ ചെയ്ത് സാറേ പടം എടുക്കണേ എനിക്ക് എടുക്കട്ടോ എന്ന് ചോദിച്ചാൽ കൊടുക്കും ആരെങ്കിലും കാശ്? ഗവൺമെന്റ് കാശ് കൊടുക്കുന്നത് ഒരു 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 നല്ല ഉദ്ദേശത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്. കാരണം സ്ത്രീകളും ഈ പറഞ്ഞതിന്റെ കൂട്ട് പിന്നാക്ക വിഭാഗങ്ങൾക്കും ശരിയായ പ്രാതിനിധ്യം കൊടുക്കുകയും അവരുടെ ഇടയിൽ നിന്ന് കൂടുതൽ ഫിലിം മേക്കേഴ്സ് വരികയും വേണം, ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും വേണം എന്ന ഉദ്ദേശത്തിലാണ് ചെയ്യുന്നത്. ഗവൺമെന്റ് ഏറ്റവും നല്ലൊരു പ്രോജക്റ്റാണത്. ഇപ്പൊ എന്നോട് എ കെ ബാലൻ എൻ്റെ അടുത്ത് ഫോൺ സംസാരിക്കായിരുന്നു, മുൻ മന്ത്രിയായിരുന്ന ആള്. ഈ പ്രോജക്റ്റ് തുടങ്ങുമ്പോൾ ഞാനും വി കെ ബാലനും ഒക്കെ ഒരുപാട് സംസാരിച്ച് ഞങ്ങളെല്ലാം 1.5 കോടി രൂപ കൊടുക്കുന്നതിന് ഞാനും പങ്കാളിയായിട്ടിരുന്നതാണ്. പക്ഷെ ഇന്ന് നമ്മൾ അതിനെപ്പറ്റി പരിശോധിക്കുമ്പോൾ ഈ ടെക്നോളജി അധികം മാറി. ഇന്ന് നിങ്ങളുടെ സെൽഫോണിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് സിനിമ എടുക്കാം. ഈ വലിയൊരു ഹ്യൂജ് എമൗണ്ട് ചിലവാക്കേണ്ട ആവശ്യമില്ല. ഈ പണം കൊണ്ട് 3 പേർക്ക് സിനിമ എടുക്കാം. അതല്ലേ പ്രധാനം. ഈ 3 പേർക്കും ട്രെയിൻ ചെയ്യുക അവരെ. അങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. അതിന് നെഗറ്റിവിറ്റി ഉണ്ടാക്കിയത് എങ്ങനെയാണ് നിങ്ങൾ?